Hey guys, welcome back to Marin's vlog. So നമ്മളിന്ന് എവിടെയോ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. രാവിലെ തന്നെ ഷോ അടിക്കലായിരുന്നു. അപ്പോൾ ഇതിന് പുറത്തിറങ്ങാമെന്ന് വെച്ചു. ഒരു പ്ലാനും ഇല്ലാണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തൊക്കെയാണ് കാണിക്കുന്നത് ഞാനിവിടെ കാണിച്ചു കേട്ടോ. ഏതോ ഓട്ടോന്ന് അറിയാണ്ട് കുറെ പേരിൻ്റെ ഉള്ളിൽ കയറി ഓടിക്കാനും ആൾക്കാർ കയറിയിരിക്കുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും തീരുമാനിച്ചില്ല. ഇറങ്ങി നടക്കുള്ളവരെ ഞാൻ പറയുമ്പോഴത്തേക്ക് അനുസരിക്കുന്നു. നീ വലിയൊരാളാണ്. Guys, at last we plan to go where? Randall by Vishwa. എന്തോ റാന്തൽ ബൈ വിശ്വ. അത് ഫുഡ് കഴിക്കാൻ പോകണയാണ്. സ്ഥലം ഒന്നും അറിയത്തില്ല, ചെന്നിട്ട് തപ്പി പിടിക്കാം. ശരിക്കും ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നല്ലേ. ഗൈസ്, പണി വാളി, മഴ പെയ്യുന്നു, ആറിൻ്റെ അടുത്തും കൊടയില്ല, എന്താക്കൊന്നും അറിയത്തില്ല. മഴ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞങ്ങൾ മരത്തിന്റെ അടിയിലാണ് നിൽക്കുന്നത്. എന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. ഞങ്ങളുടെ വഴി റൂട്ടും തെറ്റിപ്പോയി. ഇനി എന്തൊക്കെ കാണിക്കുമെന്ന് അറിയില്ല. റൂട്ട് തപ്പിപ്പോയ ആളെ കിട്ടിയിരിക്കുന്നു. സ്ഥലം കണ്ടുപിടിച്ചോ? കണ്ടുപിടിയാ അങ്ങോട്ടും നോക്കിക്കേ. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഇത്രയും അടുത്ത് ചേർന്നിട്ടാ ഞങ്ങൾ അത്രയും ദൂരം പോയ. അപ്പൊ ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പാൽക്കപ്പ ടേസ്റ്റ് ചെയ്യാം. നല്ല മണം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് വാരിയിട്ട് കഴിക്കടി. ഇതിന്റെ കറിയുടെ കറിയില്ല ആവശ്യമൊന്നുമില്ല. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചുകഴിഞ്ഞ് നമ്മൾ നെക്സസ് മാളിൽ കയറിയാലോ എന്ന് വിചാരിക്കാം. നമ്മളുടെ പോകുന്ന വഴിക്കായിരുന്നു നെക്സസ് മാൾ. അപ്പോൾ ഇനി നെക്സസ് മാളിക്കാം. കയറി ഡ്രസ്സ് നോക്കിക്കൊണ്ട് നടക്കുക. മേടിക്കാനൊന്നും പോണില്ല, പക്ഷേ ഒരു മനസ്സുഖം. ഇവിടെ ഫുള്ളും മഴ. എവിടെയും പോകാൻ പറ്റാത്ത ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക. പിന്നെ മഴ ഓടി നിൽക്കാനും പറ്റത്തില്ല, ഇരിക്കാനും പറ്റില്ലാത്ത അവസ്ഥയും ഫുള്ളും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞങ്ങൾ മോദീനെ കണ്ടു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു നിലവട്ടം പോലെ. കാരണം ഇവിടെ നമ്മളുടെ മടിവാളയിൽ മെട്രോയുടെ ഇനോഗ്രേഷൻ എന്തോ പുതിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് തിരിച്ചു പോകുന്ന വഴിക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കണ്ടു. മഴ കുറഞ്ഞില്ലെന്നേ ആൾക്ക് മഴയിൽ നിന്ന് നടന്ന് ഹോസ്റ്റലിലേക്ക് പോകാൻ വിചാരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഹോസ്റ്റലിൽ അവർ തിരിച്ചു കയറ്റുന്നില്ല. ഇവിടുത്തെ മഴത്തുള്ളിക്ക് ഭയങ്കര വലിപ്പമാണ്. ശരിക്കും മഴ കുറഞ്ഞേ, പക്ഷെ ഇവിടുത്തെ മഴത്തുള്ളി നമ്മളെ ഫുള്ളും നനയിപ്പിച്ചു. അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം? പ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റാ. ഗൈസ്, അങ്ങനെ ഹോസ്റ്റലിലൊക്കെ എത്തി. അങ്ങനെ ഇന്നത്തെ സൺഡേ ഏകദേശം കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ വ്ളോഗ് അവസാനിപ്പിക്കാൻ പോവാണ്. നാളെ തൊട്ട് ബാക്ക് ടു വർക്ക്. ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം. പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അപ്പം വ്ളോഗ് അവസാനിപ്പിക്കാൻ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.